നല്ല കപ്പൽ പോലത്തെ ഒരു പേടി വരുമോ? ഇല്ല, നാളെ കൊണ്ടുവരുമോ? കൊണ്ടുവരാം. നാളെ കൊണ്ടുവരില്ലേ? നാളെ കൊണ്ടുവരുമോ? യെസ്, കം ഇൻ. പരിശോധന തീരുമ്പോഴേക്കും തലയ്ക്കൊരു പെരുപ്പ, അല്പം ശീർഷാസനം, പിന്നൊരു ഉന്മേഷ. ഇരിക്കും. പെട്ടെന്ന് വരാൻ പറഞ്ഞതിന് അല്ല, പരിഭ്രമിക്കാനൊന്നുമില്ല. ഗോപിനാഥന് അസുഖം അല്പം കൂടുതലാണ്. എന്ന് വെച്ചാൽ പഴയ ശാന്ത സ്വഭാവമൊക്കെ അങ്ങ് പോയി. കാണുന്നവരെ ഒക്കെ കയറി അടിക്കുക. എന്നിട്ട് ഇപ്പൊ ശരിക്കും ഭ്രാന്തിന്റെ ലക്ഷണങ്ങളാ കാണിക്കുന്നത്. ഭ്രാന്താണെന്ന് സാറങ്ങ് തീരുമാനിച്ചു? തീരുമാനിക്കാൻ എന്താ സുരേന്ദ്ര? സ്വബോധമുള്ള ഒരാൾ ഡോക്ടറെ കയറി അടിക്കൂ? അടിക്കുന്നതാണ് ഭ്രാന്തിന്റെ ലക്ഷണമെങ്കിൽ 99% ഭ്രാന്തന്മാരും പോലീസ് വകുപ്പിലാവണമല്ലോ. അല്ല ഇൻസ്പെക്ടർ സാറേ, എന്നെ വരുത്തി എന്തിനാണ് പറയുന്നത്? ഒരു ചെറിയ സഹായം ചോദിക്കാൻ. ഗോപിനാഥൻ ഭ്രാന്താണെന്ന് തീർച്ച പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. രാജ്യം ഞങ്ങളെയും സഹായിക്കണം. ഇതൊരു കൊലക്കേസാ. ഗോപിനാഥന്റെ കോടതി വിധി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റില്ല. അറിഞ്ഞുകൊണ്ടൊരു പിഴവ് വന്നാൽ ആയുഷ്കാലം മുഴുവൻ മനസ്താപത്തിന് അതുപോലെ. ഏട്ടന് ഭ്രാന്താണെന്ന് തെളിഞ്ഞാൽ മാത്രമേ കോടതി വെറുതെ വിടൂ. എനിക്കതാണ് ആവശ്യം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുൻവിധി വയ്യ. അല്പം ഭ്രാന്തുണ്ടെങ്കിൽ ദൈവത്തിന് കൊന്നാലും കേസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം സൗകര്യമാക്കരുത്. രാജന്റെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. എന്നാൽ ചില പരീക്ഷണങ്ങളിൽ രാജൻ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഭ്രാന്തില്ലെന്ന് തെളിഞ്ഞാൽ ഏട്ടൻ തൂക്കുമരത്തിൽ കയറുന്നത് ഞാൻ കാണേണ്ടി വരും. എനിക്കതിന് കൂട്ടുനിൽക്കാനാവില്ല. ഗോപിനാഥന്റെ അനുജനോടല്ല, ഇൻസ്പെക്ടർ രാജശേഖരനോടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രക്തത്തെ മറന്ന് നിയമത്തെ സ്നേഹിക്കാനുള്ള വിഡ്ഢിത്തം തൽക്കാലം എനിക്കില്ല. ആവേശം കൊണ്ടല്ല ഡോക്ടർ ഞാൻ ഈ അറയ്ക്കുന്ന കുപ്പായിട്ട് നടക്കുന്നത്. ഏട്ടനെ രക്ഷിക്കാൻ ഇന്ന് എനിക്കൊരു ആവശ്യമായതുകൊണ്ടാ. പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഇനിയും ഒരു 100 തവണ ചാവാനുള്ള ആരോഗ്യമുണ്ട്. എന്താ പോരെ? അപ്പൻ്റെ മരിച്ചില്ലേ? ഇവിടെ കൊണ്ടുവരുമ്പോ മരിച്ചിരുന്നു. ഇപ്പൊ പിന്നെയും ജനിച്ചു. കഷ്ടം. ഇത്തവണയെങ്കിലും ഞാൻ മരിച്ചു എന്ന് കരുതിയതാ. എപ്പോഴും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നാറുണ്ടോ? മരിക്കാൻ തോന്നുമ്പോഴേ ഉള്ളൂ. ചാവുന്നത് അത്ര രസമാണോ? ചത്തല്ലേ അതറിയാം. ഒരുത്തരെങ്കിലും അതിന് സമ്മതിച്ചു തരണ്ടേ? കരയാതിരിക്കും. ഞാൻ കൊണ്ടുവന്നാ പോരെ? ലൈസൻസ് ഉണ്ടോ? ലൈസൻസോ? നാഷണൽ പെർമിറ്റാ. കൊല്ലാൻ വേണ്ടിയല്ലേ ദൈവം എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആണോ? ഞാൻ ഇപ്പൊ നിന്നെ കൊല്ലാൻ പോവാ. അയ്യോ എന്റെ കയ്യായി. ചേട്ടാ, ചേട്ടാ, ഞാനാ രാജൻ. മനസ്സിലായില്ലേ? ചേട്ടാ, ഏട്ടൻ മഴക്കൂടാൻ പോയിട്ടല്ലേ അവരിങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്? ഓക്കെ. താനൊരു അല്പനേരം പുറത്തു നിൽക്കും. അല്ലേലും പ്രായപൂർത്തിയായ പ്രണയ കലകത്തിൽ പോലീസിന് ഇടപെടാൻ നിയമസാധ്യതയില്ല. ഞാൻ പോയേക്കാം.
നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്ന് കാണാൻ. ഫോൺ ചെയ്താലും ഏട്ടൻ സംസാരിക്കാറില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? സുധേ, ഞാൻ എനിക്കറിയാം എന്നിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന്. എന്നെ വേദനിപ്പിച്ചുകൊണ്ട് രാജേട്ടൻ എന്താ നേടുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ. ആഗ്രഹിച്ച ഒരു ജീവിതം ഇനി എനിക്ക് തരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ രാജേട്ട. ഈ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാനുള്ള അവകാശം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെനിക്ക് തന്നൂടെ? സുധേ, കരയിക്കാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഒന്നും നേരെയാവില്ല എന്ന തോന്നലാണ് എനിക്കിപ്പം. പിന്നെ എന്ത് കരുതിയാ ഞാൻ നിന്നോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുക? ഏട്ടൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണല്ലേ? ഒന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ രാജേട്ടനെ നഷ്ടപ്പെടുമെന്ന് ആശ്വസിച്ചതാ. ഇപ്പോ സുധേ, ഞാൻ പോകാൻ രാജേട്ട. എന്നാൽ ഇനി എനിക്ക് കാണണം തോന്നും. അപ്പൊ വരാതിരിക്കാനാവില്ല. മതി, വീട്ടിൽ വല്ലാതെ കൂടുന്നുണ്ട്. ഈ ഒന്നുകൂടെ പ്ലീസ്. എന്തായി കാണിക്കുന്നത്? ഒന്ന് വേഗം വരൂ. നന്ദിനി, ഒന്ന് വേഗം കൊണ്ടാ. ഞാൻ വരുന്നു. അച്ഛാ, ഇത് ചാകുവോ? ഇല്ല മോളെ. ചെറിയ ഇത് ഫാനിലിടിച്ച് വീണതാ. പാവം. ആംബുലൻസ് വിളിക്കണ ചേട്ടാ. ഒരു ജീവനാ പെടുന്നത്, കളിതമാശിപ്പഴല്ല. ആ അയ്യോ ചേട്ടാ, ഈ ഉണ്ടായിരിക്കുന്നുണ്ടോ? തമാശ അല്ലേ സുധേ? നിനക്ക് ചേട്ടൻ അറിയാൻ മേലെ ചേട്ടാ. ഒരു ചെറിയ കാര്യം മതി പുള്ളി മൂഡ് ഓഫ് ആവാൻ. സന്തോഷിക്കാനും വലിയ കാരണമൊന്നും വേണ്ട. ഇത്രയും നല്ലൊരു ചേട്ടന് കണ്ണിച്ചേറിയില്ലാത്തൊരു അനിയൻ ഉണ്ടായതല്ലേ? എന്നെ പരിചയപ്പെട്ട ശേഷം ഞാൻ എത്ര വർഷമായത്. വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ഞാൻ നേരെ ചേട്ടനെ ചെന്ന് കാണും. നീയല്ല, ദൈവം തമ്പുരാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞാലും ഏട്ടൻ വിശ്വസിക്കില്ല. എന്നെ പോലെ ഒരു പുണ്യവാളൻ ഭൂമിയിലില്ലെന്ന പുള്ളിക്കാരന്റെ ധാരണ. അതിനെ എനിക്ക് പേടി. നല്ലവനിൽ നല്ലവനെന്ന് കരുതുന്ന അനിയൻ ഒരു പെണ്ണിനെ കയറി പ്രേമിച്ചു എന്നറിയുമ്പോൾ മതി ഇവിടെ കഴിഞ്ഞെന്നും പറഞ്ഞ് നേരെ പ്ലെയിനിൽ കയറ്റും, സ്റ്റേറ്റ്സിലേക്ക്. പിന്നെ വല്ല നല്ല പെൺകൊച്ചുങ്ങളെ തെരഞ്ഞുപിടിച്ച് കല്യാണം കഴിക്കാൻ പറയും. അപ്പൊ ആ കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ ഞാനങ്ങ് കിട്ടും. എന്താടി ഇത്? കൊള്ളാം. എവിടെ ഈ കണ്ണീരൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? കണ്ണുണ്ടായതേ കരയാനാണെന്ന പെണ്ണായ വർഗത്തിന്റെ മുഴുവൻ വിചാരം. തോന്നുമ്പോ കരയാൻ കഴിയുന്ന ഈ വിദ്യ എനിക്കോടൊന്ന് പറഞ്ഞുതരാം. ഒന്ന് പോരാ ചേട്ടാ. ഇനി ഞാൻ ഇങ്ങനൊരു പ്രേമത്തിൽ പെട്ടിരിക്കുന്നു നേരത്തെ അറിഞ്ഞാൽ മതി, ഉടനെ നിന്നെ കെട്ടിയെടുത്ത് വീട്ടിലെത്തിക്കും. കെട്ടിയെടുക്കാൻ ഞാനെന്താ ഒപ്പും ചാക്കോ? മാനമര്യാദ ഈ കല്യാണം കഴിച്ചൊന്ന് കൊണ്ടുപോയാൽ മതി. ആ അറിഞ്ഞുകൊണ്ട് ആ ആപത്തിന് ഏട്ടൻ കൂട്ടി നിൽക്കുമെന്നാ. എന്നാ വേണ്ട. ഏയ് ചുമ്മാ പറഞ്ഞ നമുക്ക് ഏട്ടത്തെ എന്നോട് ചോദിച്ചു നോക്കാം. നീ കേൾക്കേ, എന്തെങ്കിലും പറഞ്ഞ അപ്പ അങ്ങ് തിളങ്ങും അല്ലയോ? ചെല്ലേ. ആളുണ്ടാവോ? പുറപ്പെടാൻ സമയമാകുന്നേ ഉള്ളൂ. നീ ബെല്ലടിച്ചു നോക്ക്. ചെറിയ വരണ്ട, വെറുതെ ഒരു സർപ്രൈസിന് പറഞ്ഞു തന്നാ മതി. ആ
എന്താ? വക്കീൽ സാറിനെ കാണാൻ വന്നതാ. അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ? ഒരു പ്രമാദമായ കേസ്. വീട്ടുകാരറിയാതെ ഒരു പെണ്ണിനെ കൊണ്ട് ചാടി പോവാൻ ഒരാൾ പ്ലാൻ ഇട്ടിരിക്കുക. അതൊന്ന് തടയാൻ വഴിയുണ്ടോ? പ്രതിയെ പറഞ്ഞാൽ അറിയും. രാജൻ എന്ന പോലീസ് ഇൻസ്പെക്ടർ. കുക്കുവെന്നോ? സ്നേഹമുള്ളവർ അങ്ങനെയാ വിളിക്കുക, കുക്കുവെന്ന്. ചെറിയ ചെറിയ ഇഷ്ടായിട്ടോ. പട്ടി ചാർജ് ചെയ്തേക്കട്ടെ സാറേ. എന്താ കുറ്റം? പബ്ലിക് ന്യൂസൻസ് എന്ന് വെച്ചാൽ പൊതുപ്രവർത്തനം. ഇവൻ ഈ ഡാഷ് മോഹൻ ബഹുമന്ത്രി അവമാനിച്ചു. മന്ത്രി ഉദ്ഘാടനം ചെയ്ത മൂത്രപ്പേര് ഉള്ളപ്പോ അതിനെ അവഹേളിച്ച് പൊതുവഴി മൂത്രം ഒഴിക്കുകയായിരുന്നു. ഞാൻ പിടിച്ചു. അല്ല, കേസ് അത് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പഠിച്ച വകുപ്പിൽ ഏതെങ്കിലും ഒന്ന് തട്ടാം. പുള്ളി പ്രതിപക്ഷമാ സാറേ. ഭരിക്കുന്നവരെ പ്രീതിപ്പെടുത്താൻ എനിക്ക് കിട്ടിയ സന്ദർഭമാണ്. കേസാക്കിയാൽ എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. മനുഷ്യനായ ഇത്തിരി നിലയും വിലയും വേണം. ഇൻസ്പെക്ടർ നിലവാരത്തിന് നീ പോരാ. എന്നെപ്പോലൊരു കാരി പോലീസിന്റെ വിലയാണ് നിനക്ക്. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പോവാൻ മോനെ ഉറങ്ങിയില്ലേ? ഉറക്കം വരണില്ലെങ്കിൽ ഉറങ്ങാനുള്ള ഗുളിക വല്ലതും വാങ്ങി കഴിക്കാറുന്നില്ലേ? കഴിയണത് ഇവിടുത്തെ മരുന്നൊന്നും ശീലിക്കാതിരിക്കേണ്ട പേര്. എന്റെ കാര്യം അങ്ങനെ. കുത്തിവെച്ചും ഗുളിക കഴിച്ചും ആയുസിന് മുഴുവൻ ഉറക്കും ഒറ്റയടിക്ക് ഉറങ്ങിച്ചു. ഇപ്പൊ ഒരുപോലെ കണ്ണടയ്ക്കാൻ വയ്യ. ഗുരുവായൂരപ്പ കഷ്ടം. ഇവരൊക്കെ പാതിരാത്രിയെ വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ലേ? ആരാ? ഡോക്ടർ ആരാന്ന്? ഡോക്ടറല്ലേ? ഡോക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. പറയുമ്പോഴേക്കൊക്കെ തുറക്കാൻ ഇതെന്താ വേലക്കാരുടെ കിടപ്പോടെ? ആരാരോടെ കളിക്കുന്നറിയോ? ഞാനേ അയച്ചിട്ട് അളിയനാ. വേണമെങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ പൊക്കും. അത്രേ ഉള്ളു. ഇത് ഭ്രാന്താസ്പത്രിയാകാറ്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പല മന്ത്രിമാര് വരെ ഇവിടെ കിടപ്പൻ. സാറ് അയച്ചിട്ട് അളിയനല്ലേ ആയിട്ടുണ്ട്. അപ്പൊ ഭ്രാന്ത് തുടങ്ങിയിട്ടേ ഉള്ളു. സാരമില്ല, കുറച്ചു നേരത്ത് ഇവിടെ കിടന്ന വീണ്ടുമായിട്ട് വരെ ആയിക്കൊള്ളു. ഒന്ന് അടങ്ങി തന്നെ. വേളം വെച്ച ആളുകൾ എറിഞ്ഞാ കുഴപ്പം നമുക്കാ. ഓഹോ, അവിഹിത ഭ്രാന്താണല്ലേ? സംഗതി കൊള്ളാമല്ലോ. പക്ഷെ കാര്യമില്ല, ഇതിനകത്തുനിന്ന് കയറി പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഷെയ്പ്പാകെ അങ്ങ് മാറിപ്പോവും. ഒന്ന് വേഗം തുറക്കും, ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. അയ്യോ, ഒന്നും വേണ്ടേ. പാതിരാക്ക് വിളിച്ച നടത്തുമ്പോ ഇച്ചിരി മര്യാദ കാണിച്ചാൽ മതി. അപ്പനെ പേടിക്കാനടുത്ത് വീഴുന്ന ധാരാളമാണ്. ഇന്നെന്തിനാണ് ഇവന്റെ ഒരു ഇറക്കുമതി? അങ്ങനെ കേട്ടാലെന്താ? അധികം ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ വർഷങ്ങൾ പറയാല്ലേ, ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായി ഇതുവരെ. ആ ദേഷ്യമായിരിക്കും കാണുന്നവരൊക്കെ തീർക്കുന്നത്. വിടാനേ സിസ്റ്റർ. യെസ് ഡോക്ടർ. ആ ഐ ജി വിളിച്ചു പറഞ്ഞ പാർട്ടിയാണെന്ന് തോന്നുന്നു.
വരാൻ പറയും. ശരി ഡോക്ടർ. ഒരു നിമിഷം. സാർ, നിങ്ങൾ എന്താണ് ചെയ്തിരുന്നതെന്ന് നാട്ടുകാരെ കൂടി അറിയിക്കണം. ആ ബട്ടണിട്ടേക്കും. എന്താണ് അവിടെ ചെന്ന് പറയാ? പറയേണ്ടത് തലയും ഫോണിൽ പറഞ്ഞിരിക്കും. നമ്മൾ ആളെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. ഞാനാ അകത്തേക്ക് എല്ലാം പറഞ്ഞു. ശരി അടാ. ഏതായി കുഞ്ഞി? വലിയ വീട്ടിലെ പിള്ളേരാ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രണയും ആകാശമാണത്രേ. ആ പെൺകുട്ടി നിങ്ങളെ പ്രേമിച്ചാണോ ഭ്രാന്ത് വരാൻ കാരണം? ഭ്രാന്തെന്താ പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, അവൾ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഡോക്ടർ. മോശമായൊരു അർത്ഥത്തിൽ ഞാൻ അവളെ കണ്ടിട്ടേയില്ല. നുണ പറഞ്ഞു തുടങ്ങിയാൽ വിശ്വസിപ്പിക്കാൻ കഴിയണം. നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് അസലായി അറിയാം. ഭ്രാന്തിയായ ഒരു പെൺകുട്ടിയോട് സഹതാപം തോന്നി ആശുപത്രിയിൽ എത്തിക്കാനുള്ള വിവരക്കേട് നിങ്ങൾ കാണിക്കുമോ? അയ്യോ ഡോക്ടർ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കൽ സ്നേഹിച്ചു പോയും തെറ്റിനാണ് ഞാൻ ഈ കുരിശ് ചുമക്കുന്നത്. അവളെ പെരുവഴിയിലിടാൻ മനസ്സ് വരുന്നില്ല ഡോക്ടർ. ആ അഡ്രസ്സും തരുമോ ചെയ്യൂ. അഡ്രസ് എന്തിനാ എഴുതുന്നത്? കയ്യക്ഷരം വന്നാവാൻ എന്തെങ്കിലും ഒരു അഡ്രസ് എഴുതിയാൽ മതി. ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ കൊണ്ടുവന്ന ആരെ അറിയുന്നതല്ലോ. ആ പിന്നൊരു കാര്യം, നിങ്ങളുടെ അളിയനോടൊപ്പം ഒന്നിച്ച് പഠിച്ചു എന്നൊരു അബദ്ധം മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞേക്കണം. എന്ത് നല്ല മുടിയായിരുന്നു. എല്ലാം ദൈവനിഷ്ഠ. ഏതാ ഈ പുതിയ വട്ട്? ടുഡേ സ്പെഷ്യലാ. ഇന്ന് കടം, നാളെ റൊക്കം. കൊള്ളാല്ലേ? ഇരിക്കുമോളെ. ഏതായി കുട്ടി? ഞാനോ? ഞാൻ ആരാ? അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അറിഞ്ഞൂടെ? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ചക്രവർത്തിയാണ് ഞാൻ. ഇന്ത്യൻ ചരിത്രം വായിച്ചിട്ടില്ലേ? എന്നെ എന്റെ പടം ഒന്ന് ഇട്ടേച്ചു പോയി. എന്റെ പട്ടാളക്കാരെ കണ്ടോ? സ്വബോധം അല്ലാതെ ചെയ്യണമെന്ന് അറിയാം, എന്നാലും ചിരിച്ചു പോവുക. പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഈച്ചയുടെ ശല്യം കുറയുന്നുണ്ടോ? കൂടി കൂടി വരുമല്ലേ? എങ്ങനെ ഗോവിന്ദനിപ്പോ ഞാൻ പറഞ്ഞ യോഗാസനങ്ങളെല്ലാം ശീലിക്കാറുണ്ടോ? ഏതായാലും ആ പതിവ് മുടക്കണ്ട കേട്ടോ. വരൂ. 55. ഈച്ചന്റെ പോലെ. എന്താ സിസ്റ്റർ ഇത്? അവന് ഭ്രാന്തല്ലേ? ഈച്ച ഭയങ്കര മൃഗ. പകർച്ചവാരി വളർത്തും. ഏപ്പെട്ട വെച്ച് കണ്ടാലും അപ്പാ കൊല്ലണം. കിട്ടിയോ? ആ കഴുതലോട്ടോ. ദൈവം മരണ സ്പെഷ്യലിസ്റ്റാ.
ഭ്രാന്തിന് കാവല് നിൽക്കാൻ ഭ്രാന്ത് വില കൊടുത്ത് വാങ്ങി കഴിക്ക. അല്ലെങ്കിൽ എങ്ങനെ എവിടെ നടക്കുന്നതൊക്കെ കണ്ടു സഹിക്ക. എനിക്കിപ്പോ ഒന്നും ഏശാതെ എന്റെ തങ്കപ്പ. കണ്ടും കേട്ടും മനസ്സിന് തഴമ്പ് വന്നിരിക്കുന്നു. എനിക്കങ്ങനെ സഹിക്കാൻ വയ്യ. നാണയമ്മക്കറിയോ, ഡോക്ടറുടെ എന്റെ ഡിഗ്രി 4 അക്ഷരമാ. ഞാൻ SSLC, അങ്ങേര് MBBS, 2 ഇംഗ്ലീഷിലാ. അക്ഷരം തലവാരി വന്നപ്പോ അങ്ങേർക്കാളെ കൊല്ലാനുള്ള ലൈസൻസ്, എനിക്കറിയുണ്ട് ചാടാനുള്ള ലൈസൻസ്. അപ്പൊ അടക്കേ ചത്തപ്പിന്റെ എങ്ങനെ ഗുളിക? ഞാൻ ചത്തു. അതെ അതെ, അവൻ ഇന്നലെ ചത്തു. ഒന്ന് ചവട്ട ഇത് വേറെ ഗുളിക. കളിക്കാനാണോ എന്നെ കണ്ണി പിടിച്ചില്ലേ? സോറി, ഞാൻ കണ്ടില്ല. കാണാതിരിക്കാൻ ഞാൻ ഉറുമ്പ. ഞാൻ ഈ വെക്കാറിന്റെ കമാൻഡിങ് ചീഫാണ്. വേണമെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് കാര്യം. അത് നന്നായി. ഇവിടുത്തെ മരുന്ന് കഴിച്ചാ ഇല്ലാത്ത ഭ്രാന്തുണ്ടാവും. ചിലപ്പോഴത്തെ പ്രകൃതം കാണുമ്പോ തോന്നാം ഒരു ഭ്രാന്തും ഇല്ലെന്ന. കർമ്മയോഗം. ആ, എന്താ മോനെ, ചോറൊന്നും കഴിച്ചില്ലേ? എനിക്കെന്താ 31, 32, 33. അങ്കിൾ 36ആയി. ഇന്ന് 1000 തികയ്ക്കണം. 37, 38, 45, 46, 47, 48, 49, 50, ഒന്ന് വേഗം വാ. ഇങ്ങനെ പതുക്കെ നടക്കാനാണെങ്കിൽ ഞാൻ കൂടെ വരില്ല. ഡാഡി എന്നും ഓടുകയായിരുന്നില്ലേ മോളെ? ഇനി ഓടാൻ വയ്യ. ചെറുപ്പത്തിൽ തുടങ്ങിയതായി ഓട്ടം. വീട്ടിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് പോലും. കൊഴുങ്ങില്ലേ മോളെ? ഇനി ഇപ്പൊ ഇന്ത്യൻ മഹാജാത്ര മുഴുവൻ കേൾക്കേണ്ടി വരും. നാടിന്റെ കാര്യത്തിൽ ഞാൻ ആർക്കും തോറ്റു വരില്ല. ഇവിടുത്തെ ഓരോ പുൽക്കുരുടെ പേരിലും അഭിമാനം കൊള്ളുന്നവനായ. ഈ പ്രഭാതത്തിന്റെ സൗന്ദര്യം ലോകത്ത് മറ്റൊരിടത്തും കാണില്ല. നന്ദിനി, എങ്കിൽ ഡാഡി ഈ പ്രഭാതം കണ്ട് പതുക്കെ നടന്നു. ഞാൻ ഒരു റൗണ്ട് ഓടി വരാം. ദൂരെയൊന്നും പോകല്ലേ? ഇല്ല. അടുത്ത വരവിന് എന്റെ പ്രധാന പരിപാടി കുക്കുമോടെ വിവാഹമാണ്. ഇന്ന് ഇവിടെ തന്നെ കൂടണം. അപ്പൊ അമ്മയ്ക്ക് കെട്ടിവെക്കാൻ തീരുമാനിച്ചോ? ഈ പോക്കിന് സർവ്വ ഇടപാടുകളും തീർക്കണം. പുറം നാട്ടിലെ ജീവിതം മടുത്തു തന്നില്ല. ഇങ്ങനെയുണ്ട് ഒരു നാടൻ ഭ്രാന്ത്. ഈ ഭ്രാന്തില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കെട്ടുമായിരുന്നു. സുന്ദരികളാ എത്രയോ മതാമാരന്റെ പുറകെ നടന്നാന്നറിയാവോ? ഒരു സുന്ദര കുട്ട്. ഹലോ, തിരിവിലാണോ? സോറി, എന്റെ ചേഞ്ച് ഒന്നുമില്ല. അല്ല, തെരുവിൽ സർക്കസ് കാണിക്കുന്ന ആളാണെന്ന് കരുതി. നല്ല തമാശ. നോ നോ, ഐ ആം ടു സീരിയസ്. നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് ജയൻ. ബൈ ദ വൈ, ഈ റൂട്ടിൽ പുതിയതാണല്ലേ? ഓടി തവതല്ലേ? ഒന്ന് ചീരം തീരാവുന്നേ. പെണ്ണിന്റെ തല്ലി വാങ്ങണമെന്ന് ജാതകത്തിലുണ്ടോ? തല്ലുമോ? തരില്ല. ഇല്ല, ഞാൻ തരില്ല.
എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്താ ഇത്? അവളുടെ കൂടെ കറങ്ങാൻ ഞാൻ അവധി എടുക്കാത്തല്ല പരാതി. ഇത്ര ദിവസം എന്നെ പറഞ്ഞു പറ്റിക്കുന്നെന്നറിയോ? അതും കൊടുത്തേക്കും മോളെ. എങ്ങോട്ടാണെന്ന് വെച്ചാ മോടെ കൂടെ അച്ഛൻ വരാം. അയ്യോ ഞാനില്ല. അച്ഛന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയും ഭാഗവതം സഹിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടാന്ന് കരുതിയത്. ഇനി പുറത്തേക്ക് കൂടി വന്നാ വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും പറഞ്ഞ് ബോറടിപ്പിക്കുക. ചെറിയച്ഛൻ പോട്ട് മോളെ. ഇതാ പിണങ്ങിയ ഞാൻ പണിയ ചെറിയച്ഛനെന്താ? നമസ്കാരം. വരൂ വരൂ വരൂ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കല്യാണ പെണ്ണോടെ അകത്തൊന്ന് നോക്കൂ. എന്താണ് മടിക്കുന്നത് നോക്കൂ മോളെ. മിടുക്കി. അനുവാദം കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. ഇനി അവള് വീട് കയറി ഭരിച്ചോളൂ. എന്താണ് വന്ന കാലത്ത് നിൽക്കുന്നത്? ഇരിക്കൂ ഇരിക്കൂ. ഇനി രാജന്റെ കല്യാണം കഴിഞ്ഞ് മടങ്ങി വരുമെന്നുള്ള വാശിയില്ല മോള്. അല്ല, കല്യാണം നീട്ടി വെക്കണമെന്ന് എനിക്കും അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മന്ത്രിസഭ രൂപീകരിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. മേനോന്റെ സംസാരം പോലും രാഷ്ട്രീയമയമാണല്ലോ. മിസ്റ്റർ ഗോപിനാഥൻ, ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് എതിരായിട്ടോ അനുകൂലമായിട്ടോ രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്തവരുടെ നാടായത്. അവർക്കിടയിൽ ഒരുവിധം ഭംഗിയായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്. പിന്നെ എന്റെ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും ഞാൻ തന്നെ. പാർട്ടികൾ കൂടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ആദർശം. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് പറയുന്ന പോലെ രണ്ടേ രണ്ട് പാർട്ടി മതി എന്ന് പറയാൻ കൊള്ളാം. എന്നാൽ കുടുംബം ചെറുതായോണ്ട് മാത്രം സന്തുഷ്ടി വരുമോ? ഗോപിനാഥന് പൊളിറ്റിക്സ് അറിയാത്തോണ്ട എന്റെ ഓരോ അണുവിലും പൊളിറ്റിക്സ് മാത്രമാണ്. എന്റെ മകളെ വക്കീലാക്കിയതിൽ പോലും അതുണ്ട്. പാർട്ടി കേസുകൾ മാത്രം മതി അവൾക്കൊരു ലീഡിംഗ് അഡ്വക്കറ്റ് ആവാൻ. മരുമകൻ ഇൻസ്പെക്ടർ ആയിരിക്കുന്നതും ഒരു രാഷ്ട്രീയ നേതാവിന് അട്രാക്ഷനാ. മിസ്റ്റർ മേനോൻ, മിസ്റ്റർ ഗോപിനാഥൻ തെറ്റിയിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിലല്ല, എന്റെ മകളുടെ താല്പര്യത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ രാജൻ സബ് ഇൻസ്പെക്ടർ അല്ലായിരുന്നെങ്കിലും ഈ വിവാഹം നടക്കും. എന്നാലും എന്താ ഇത്? കല്യാണാലോചനയ്ക്ക് വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞ് വഴക്കാവുന്ന ലക്ഷണമുണ്ടല്ലോ. അങ്ങനെ വരില്ല. എന്നാലും ഈ ചായക്കടയിലൊക്കെ ബോർഡ് തൂക്കുന്ന പോലെ ഓരോ നാവിലും ബോർഡ് തൂക്കുന്ന നല്ലതാ. രാഷ്ട്രീയം പറയരുതെന്ന്. കല്യാണ പെണ്ണ് നന്നായി കണ്ടോളൂ. അമ്മ എന്ന് പറഞ്ഞിരുന്നില്ലേ ഫോൺ കണ്ടുണ്ടോ കാലിയൊണ്ടിയാണെന്നൊക്കെ നോക്കാൻ? ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, 2 കാലും കൂടി 10 വരില്ല. കണ്ടോളൂ. എന്നിട്ടെന്താ ഈ കാണുന്ന തടിയുടെ ഒന്നുമില്ല, ഒരു ടിപ്പിക്കൽ കല്യാണ പെണ്ണ് തന്നെ. ഡാഡിക്ക് ചായ കൊടുക്കുമ്പോൾ കൈ എന്തൊരു കറിയായിരുന്നെന്ന്. നീ അവളെ ശരിക്കും കളിയാക്കിയിരിക്കും അല്ലേടി? കളിയാക്കിയാലെന്താ? ചെറിയമ്മ ശവിച്ചാലേക്കും. എന്ത് ചെറിയമ്മ ശപിക്കില്ലെന്ന് എനിക്കറിയില്ലേ. ഇനി വല്ല മേനെ പറഞ്ഞോ, കല്യാണം കഴിഞ്ഞ് കിട്ടുന്നവരെ മാത്രമേ നിന്നെ കാക്ക പിടിക്കത്തുള്ളൂ. പിന്നെയോ? അടുത്ത ദിവസം ടിക്കറ്റ് എടുത്ത് തരും. പിന്നെ ഞങ്ങളൊരു വിലസനുണ്ട്. ആദ്യം പറഞ്ഞാലേ ഞാൻ തിരിച്ചു പോകണമെന്ന് കഴിക്കും. അയ്യോ ചതിക്കല്ലേ. വേണമെങ്കിൽ ഐസ്ക്രീം പാർലർ മുഴുവൻ നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം. മരിക്കാൻ പാസ്പോർട്ട് എടുത്ത് നടക്കാം. ഫുഡ്
സെലക്ഷൻ കൊള്ളാട്ടോ. ഭാഗ്യവാൻ കൊണ്ടുപോയി തിന്നടാ. ഞങ്ങൾക്കും വലിയ തിരക്കൊന്നുമില്ല, അവർക്ക് കാണൂല. വഴക്കിലൊന്നും പോകണ്ടേട്ടാ, വരും നമുക്ക് വേറെ പോകാം. അയ്യോ ഹലോ ചേട്ടാ പോകാൻ ചേട്ടാ. ഞങ്ങള് വഴക്കിലൊന്നും വന്നതല്ല. നമുക്ക് പതുക്കെ പോയാൽ മതി ചെറിയ അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വഴക്കിലൊന്നും പോകണ്ട. തറവാട്ട് വകയാണോ റോഡ്? ആ ഒരു കണക്കിൽ അതും ശരിയാ. അച്ഛൻ മന്ത്രിയാവുമ്പോ നാട് സ്വന്തമാവുമല്ലോ. ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ മകനാ. ഓ, അത് സ്വഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ ഒരു വോട്ട് മറിഞ്ഞു വീണാലേ പോകുന്ന മന്ത്രിസ്ഥാനം. കല്ല് വാങ്ങി കൈയും കാലും ഒടിഞ്ഞാലേ ജന്മം മുഴുവൻ നിരക്കും. ചെറിയ ഇങ്ങോട്ട് പോരൂ. ക്ഷമിച്ചു കളച്ചയാ. ഒന്നുമല്ലെങ്കിലും നല്ലൊരു പെങ്കുച്ചിന് ചെറിയ ചെറിയ എന്തെങ്കിലും ഉപകാരപ്പെടുക. Teresa!
ന്യായം പറഞ്ഞാലും നീ കാണിച്ച ചിത്താരം ആളുകളെ തല്ലാനുള്ള ലൈസൻസ് അല്ലടാ പോലീസ് ഉദ്യോഗം. ഞാൻ എത്ര പിടിച്ചെന്നറിയോ? നിൽക്കണ്ടേ? കണ്ടവരുടെ കാര്യത്തിൽ നീ എന്തിനു പാച്ച ഇടപെടാൻ പോകുന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അനുഭവിക്കാൻ നീയെ കാണും. അന്യരുടെ കാര്യം എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഒഴിഞ്ഞു മാറുന്നോണ്ടാ തെമ്മാടികൾക്ക് ഹുങ്കു കൂടുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കണം, അല്ല ചെറിയ നീളത്തിന് റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കലല്ല. അവന്മാരുടെ നിയമം കൊണ്ട് ഒരു കാര്യമില്ല ഏട്ടാ. എന്ന് വെച്ച് അടിച്ചൊടുക്കാനാണോ എന്റെ ഭാഗം? എടാ, അഹിംസ കൊണ്ട് സ്വാതന്ത്ര്യം നേടിയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ശത്രുവായാലും മിത്രമായാലും മനുഷ്യൻ വേദനിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. ഏട്ടന്റെ തത്വശാസ്ത്രമൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടക്കില്ല. മനുഷ്യനെ തല്ലേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ മുതൽ നീ ജോലിക്ക് പോകണ്ട. ഏട്ടാ മേലിൽ ഇത് ആവർത്തിക്കരുത്. കൃത്യമായൊരു കണക്ക് ഒന്നുള്ള കിളമ്പി കൊടുക്കാനുള്ള തിരക്കില്ല. ഗുരുനാഥിയർ, അയ്യോ ചെറിയ ഞാൻ ചെറിയാണ്. ഇൻസ്പെക്ടർ സാറേ, ഫോൺ. ആരാ? അവനെ ഇത്ര അധികാരത്തോടെ വേറെ ആര് വിളിക്കാനാ? അയ്യോ ഞാൻ വെറുതെ വിളിച്ചതാ. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിളിക്കാൻ തോന്നും. അപ്പോഴേ അനിയൻ സാർ ഞങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കുക. ഫോൺ എടുക്കലെന്നാ വാശി. അനിയത്തിക്കുട്ടി ഒരു കാര്യം ചെയ്യും, കോടതിക്ക് അല്പം അവധി കൊടുത്ത് നാളെ ഒന്ന് ഫ്രീ ആവേ. ജസ്റ്റ് ഫോർ റിലീഫ്. പോലീസ് സ്റ്റേഷന് ഞാൻ ഒഴിവ് പ്രഖ്യാപിക്കാം. വെറുതെ ഒരു ഔട്ടിങ്. ഓക്കെ? വരുമെന്നോ വരില്ലെന്നോ പറ. താങ്ക് യു. റിയലി? എന്തെന്നറിയോ? നമ്മളൊരു പിക്നിക്കിന് പോന്നു. കൂടി ചെറിയമ്മയുണ്ട്. ശല്യം ചെയ്യാമെന്ന് പോകുന്നുണ്ടോ? അവളുടെ ഒരു പിക്നിക്ക്. ചെറിയ നിന്നോട് പിണക്കം തീർന്നില്ല? തീർന്നില്ലെന്നല്ല, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് വേണ്ടില്ല. നേരോ? നേരാ. അല്ലെങ്കിലും ഞാനാരാ? ഒരു പട്ടിക്കാരൻ. ഇംഗ്ലീഷ് പട്ടി ജീവിക്കുന്നവർക്ക് ഞാൻ എന്ത് ചെയ്താലും തെറ്റായിട്ടല്ലേ തോന്നുന്നു. എങ്ങനെ ഞാൻ ചെറുക്കിനോട് വേണ്ടില്ലല്ലോ. ഗോൾഡൻ ചാൻസ്. പുന്നാരമോട് വല്ലാതെ മുറിഞ്ഞോ? അന്ന് ആ കഴിവേറി മോൻ കയറി അടിക്കുന്ന കണ്ടപ്പോ കാണാൻ നല്ല രസമായിരുന്നു അല്ലേ? ഡയലോഗ് പോറാക്കല്ല. പൊക്കിയെടുക്ക്. ചാൻസ്.
അല്ലല്ല, ഇത് ഏട്ടത്തിമ്മയ്ക്കാ ചർച്ച. ഇഷ്ടമായ? പിന്നെ നിങ്ങളല്ലേ പറയാറുള്ളത് രാജിന് കാക്കിയുടെ നിറവും ഗുണം അല്ലാതെ വേറെ ഒരു നിറവും അറിയില്ലെന്ന്. സെലക്ഷൻ കണ്ടില്ലേ? ആണുങ്ങൾ അങ്ങനെ അടി. കല്യാണം എന്ന വാക്ക് കേട്ടാൽ മതി സകല ദുസ്വഭാവം പഠിക്കും. കുടുംബം എന്ന വാക്ക് എന്താണെന്ന് അറിയാത്തവനല്ല. സാരിയായി, മാലയായി, നാളെ മുതൽ പച്ചക്കറിയാവും, മത്സ്യമാവും. അങ്ങനൊന്നുമല്ല, അല്പം ഫ്രീ ടൈം കിട്ടിയതല്ല. കുക്കുമോളോടെ ആ ഊണ് കഴിച്ചപാട് സൈക്കിളുമായിട്ട് ഇറങ്ങിയതാ. നാട് രണ്ടിലല്ലാതെ അവർക്ക് എന്താ പണി? കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. കല്യാണത്തിന് മുമ്പ് ഒരു പർച്ചേസ് കൂടെ വേണ്ടി വരും. അതിനുള്ള വകവത്ത് വരുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസ്. അത് ഒതുക്കി കൊടുത്താലേ 5000 തരാവുന്ന. എന്റെ പൊന്നു ഏട്ടാ, ചീത്ത വിളിക്കല്ലേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. കളിയായിട്ട് പോലും അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഒരു യോഗയെ ഈ കുപ്പായത്തിന്റെ ആകെയുള്ള മാന്യത 4 കാശ് വാങ്ങുന്നത് 2 തല്ലുന്നതാണ്. ഏട്ടന്റെ അനിയനായി പോയതുകൊണ്ട് എനിക്കിത് രണ്ടും വയ്യ. എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? Come on, dear. സ്റ്റേഷനിലേക്കാവും കൊണ്ടുപോയാലേ അതേപോലെ ഇവിടെ തിരിച്ചെത്തിക്കേണ്ടി വരും. സർക്കാരിന്റെ കാശായാലും എന്തിനാ വെറുതെ പെട്രോൾ വേസ്റ്റാകുന്നത്? ഒറ്റ വെച്ച തോക്ക് പൊട്ടും. വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കും. കാര്യം സ്റ്റേഷനിലേക്ക് എത്താൻ. ഞങ്ങളുടെ കൂടെ യാത്രയാണെന്നുള്ളത് എസ് സാറിന്റെ ആഗ്രഹമല്ലേ? നടക്കട്ടെ. അല്ല, ഡ്രൈവിംഗ് ഒക്കെ ശരിക്കറിയാമല്ലോ. ഞങ്ങളെ കൊണ്ടുപോയി വല്ലയിടത്തും മുട്ടിച്ചേക്കരുത്. സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും ജാമ്യത്തിലെടുക്കാൻ ആളെത്തിയിട്ടുണ്ടാവും അല്ലേ? സ്റ്റേഷനിൽ എത്താതിരുന്നാ മതിയല്ലോ. ഹലോ സാർ, ഫുൾ ടാങ്ക് ഡീസലല്ലേ? ഇഷ്ടമുള്ളടത്തിട്ട് വണ്ടി കേട്ടോ. രാവിലെ സ്റ്റേഷനിൽ എത്തിയാൽ മതി. ശരി സാർ. ഇടി വണ്ടി എന്നാണ് പണ്ടൊക്കെ പോലീസ് വാനിന് പറയുന്നത്. കുട്ടികളത് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, ഞാനത് കാണിച്ചു തരാം. വണ്ടിയുടെ
വല്ലാതെ വൈകിയോ? സോറി, പാട്ടും കൂത്തുമായിട്ട് സമയം പോയത് അറിഞ്ഞില്ല. എന്റെ മോനെവിടെ? ജാമ്യത്തിലെടുക്കാനാ? അതിന് ഞാൻ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. ഇതാ കൊണ്ടുപോയിക്കോളൂ. നമ്പേരെ അവരെ തുറന്നൂടെ. ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ സാർ ഈ ഡാൻസ് കെട്ടിയെടുക്കാൻ? മോനെ മിസ്റ്റർ നായർ, മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഞാൻ കരുതിയതിലും മിടുക്കനാണ്. അഭിനന്ദനത്തിന് നന്ദി സാർ. എന്ത് പറ്റി? എന്ത് പറ്റി? നമ്മുടെ മോള് കഴിക്കുമെങ്ങനെ? ശാഠ്യം പിടിക്കാതെ. എനിക്ക് വേണ്ട. മരുന്ന് കഴിക്കാൻ ഞാൻ രോഗം കൂടുതൽ ഏട്ടത്തേമേ. എനിക്ക് എത്രയും നേരം എന്റെ മോളുടെ അടുത്ത് എത്തിയാൽ മതി. അരുതാത്തൊന്നും പറയാതെ. നീ കൂടെ പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? കൊക്കുമോനല്ലാതെ ഞാൻ സഹിക്കുന്നില്ലേ? മോളെ നശിപ്പിച്ചവരെ ശിക്ഷിക്കുന്നത് നിനക്ക് കാണണ്ടേ? അവരെ തൂക്കിലേറ്റുന്നത് കണ്ടാലേ എനിക്ക് തൃപ്തിയാവും. കാണുന്നില്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഞാൻ മിസ്റ്റർ രാജനെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. കേസ് അന്വേഷണം കഴിയുന്നത് വരെ മിസ്റ്റർ രാജൻ ലീവ് എടുക്കണം. സർ, ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുവായ അഭിപ്രായം അതാണ്. കൊല്ലപ്പെട്ടത് മിസ്റ്റർ രാജന്റെ സഹോദരപുത്രിയാണ്. സർ, ഇന്നാണോ അതറിയുന്നത്? കേസ് അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായതാ. അന്വേഷിച്ചിടത്തോളം വിവരങ്ങളും തെളിവുകളും ഡിപ്പാർട്ട്മെന്റിന് കൈമാറണമെന്നാണ് കൽപ്പന. കൽപ്പന വൈകിയതിലെ എനിക്ക് അത്ഭുതമുള്ളൂ. മുമ്പും സാർ എന്നോട് പലതും കൽപ്പിച്ചതല്ലേ? പ്രതികളുടെ ബാങ്ക് ബാലൻസ് അനുസരിച്ച് കുറ്റപത്രം മാറ്റി മറിച്ചു എഴുതാൻ. രാജൻ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഡിപ്പാർട്ട്മെന്റിന്റെ അച്ചടക്കം രാജൻ അറിയാമല്ലോ. ഉത്തരവനുസരിക്കാനല്ലാതെ എതിർക്കാൻ കഴിയുമോ? സാർ എന്നെ പുതിയതായി അച്ചടക്കമൊന്നും പഠിപ്പിച്ചു തുടങ്ങണ്ട. ഭരിക്കുന്നവന്റെ വളർത്തുമറ്റെ പോലും സല്യൂട്ട് ചെയ്യാൻ മുമ്പേ പരിശീലിപ്പിച്ചോട്ടല്ലേ? സോറി മൈ ബോയ്. എത്ര സംസാരിച്ചാലും ഈ അവസ്ഥയിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. സോ ഇതാണ് നിങ്ങളുടെ ലീവ് ഓർഡർ. ടേക്ക് ഇറ്റ്. താങ്ക് യു സർ. രാജിവെക്കുന്നെന്ന് പറയുന്നത് നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായതാണ്? ഏട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നിന്നെ തല്ലുന്നത്. പെട്ടെന്ന് എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ തെമ്മാടികൾ ശിക്ഷിക്കപ്പെടുന്നത് കാണാനാടാ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. രാജിവെച്ച് കേസിൽ പറഞ്ഞ് നീ അവരെ സഹായിക്കാൻ പോകണം. ഏട്ടൻ എന്റെ നിസ്സഹായം മനസ്സിലാക്കുന്നില്ല. വിധിനായി എഴുതി വെച്ച വിചാരണ നടക്കുന്നത്. അവരെ വെറുതെ വിടുകയുള്ളൂ. ഇല്ലടാ, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലാത്തവളായ എന്റെ മോള്. അവളെ നശിപ്പിച്ചവർ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല. എനിക്കത് ഉറപ്പാ. ഏട്ടൻ ആവശ്യത്തിലേറെ നമ്മെ പ്രതീക്ഷിക്കുന്നു. ഒടുവിൽ വേദന മാത്രം പകരം കിട്ടുമ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുന്ന എന്റെ പേടി. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഒരിക്കലും എനിക്ക് എന്റെ ഏട്ടൻ നഷ്ടപ്പെടരുത്. അത്രമാത്രം.
ഞാനൊരു റോയൽസിലിട്ട് തന്നെ കുട്ടിക്കൂടാ. രാജ കാറെടുത്തോ. ഹലോ, ദോഷം പറയട്ടെ, നല്ലൊരു മോളെ എന്ത് ചെയ്യാൻ ചത്തുപോയില്ല. അതിനെന്താ, അമ്മാവൻ കീഴാൻ ശ്രമിച്ച അതുപോലൊരു പൈങ്കിളി പോലെ ഇനിയും ഗോപിനാഥൻ ഏട്ടൻ വല്ലപ്പോഴൊക്കെ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. വന്ന വിവരം പറയാം. വേണ്ട, തമ്മി കാണുമ്പോ വിഷമം കൂടുള്ളൂ. പോകുമ്പോ കാണാം. രാജൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? പോകണ്ടെന്നാ തീരുമാനിച്ചത്. ഞാൻ തിരിച്ചെല്ലാൻ കാത്തു നിൽക്കാണ് ഡിപ്പാർട്ട്മെന്റ് പകരം വീട്ടാൻ. ട്രാൻസ്ഫറും സസ്പെൻഷനും ഒക്കെ ആയിട്ട് അവരെന്നെ പന്ത് കെട്ടി കളിക്കും. അത് പണ്ടായിരുന്നു. ഇപ്പോഴേ ഈ മന്ത്രിസഭ നിലനിൽക്കുന്നത് തന്നെ ഞങ്ങൾ 5 MLA-മാരുടെ ഭൂരിപക്ഷത്തിലാ. ഞങ്ങൾ ഒന്ന് തിരിഞ്ഞാൽ നടക്കണു. ആഭ്യന്തരമന്ത്രിക്ക് വാശി. 1-ാം പ്രതി അയാളുടെ മകനായിരുന്നു. അവൻ ആഭ്യന്തരമന്ത്രിയുടെ മകനാണെങ്കിൽ ആ മന്ത്രി നിലനിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ മരുമകനാണ് നീ. പിന്നെ ആര് പഠിക്കാനാ? അമ്മ, ഞാൻ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത രാജൻ. നിന്നെ എന്നല്ല, നിന്റെ ഷൂസിന്റെ ലേസ് പോലും ആരെങ്കിലും അഴിക്കാൻ വന്നാൽ അതിന്റെ പിറ്റേ ദിവസം അവിശ്വാസ പ്രമേയ. ജനാധിപത്യത്തിന്റെ ആകെ കൂടുതലുള്ള സൗകര്യം അതല്ലടോ. ഭരിക്കുന്നവന്റെ 10 വോട്ടിനും ഓരോ വോട്ടിനും തുല്യവിലയാ നിർണായകം. എങ്ങോട്ടാ? ഡിപ്പാർട്ട്മെന്റ് എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ജോലി തുടർന്നോളാൻ. നാണമില്ലേടാ നിനക്ക് ഈ വേഷം ഇട്ട് നടക്കാൻ? നാണിക്കേണ്ടതാ. പക്ഷെ നാണവും മാനവും ഈ ഉദ്യോഗത്തിന് ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. രാജാ, എനിക്കിനി ഒരേ ഒരു ആദർശമേ ഉള്ളൂ. കിട്ടുന്ന ഓരോ പഴുവിലൂടെയും കുക്കുമോളുടെ മരണത്തിന് പ്രതികാരം ചെയ്യുക. ഞാൻ ഈ തൊപ്പി കൂടി എറിഞ്ഞാൽ ജയിക്കുന്നവനായിരിക്കും. നല്ലവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ മോഹിച്ചവനാണ് ഞാൻ. പക്ഷെ അതെന്നെ തന്നെ തിരിച്ചടിച്ചു. ഇനി എനിക്ക് പിഴവ് പറ്റില്ല. ഈ കുപ്പായത്തിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്റെ തിരിച്ചടി തുടങ്ങാൻ പോവുകയാണ്. ഹലോ, പോയത് പോട്ടല്ലേ, പ്രായം അധികമൊന്നും ആയില്ലല്ലോ. ഇപ്പൊ തന്നെ ശ്രമിച്ച ഒരു കുഞ്ഞുകൂടി ഉണ്ടാവും. പ്ലീസ് ഒറ്റയ്ക്ക് ഒഴുങ്ങി പറഞ്ഞോളൂല്ലേ, വേണമെങ്കിൽ ഞാനും കൂടി സഹായിക്കാം.
ഒരു വീടി സാർ, ഒരു വീടി. നാളെ കൊണ്ടുവരാം. അയ്യോ വേണ്ട, അയ്യോ വേണ്ട. അവന് വല്ല പ്രാന്ത. ഓടാവുന്നു മനസ്സിലായില്ല. എന്റെയോ? ഞാൻ ആരോഗ്യവകുപ്പ്, ഈ മെന്റൽ ഹോസ്പിറ്റൽ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം സെക്രട്ടറി. പൊന്നു സാറേ, എത്ര കാലമായി സാറിനെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ഒരു ഭ്രാന്തും ഇല്ലാതെ എന്നെ ഇതിനകത്ത് അടച്ചിട്ടിരിക്കുക. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. നേരാണോ? സാറിന് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ക്ലീൻ ക്ലീൻ. എങ്കിൽ എന്റെ കാര്യം സാറ് സൂപ്പറിനോടൊന്ന് പറയണം. എനിക്ക് ഭ്രാന്തില്ലാന്ന് സൂപ്പറിനറിയാം. സാറ് പറഞ്ഞാ കേൾക്കും. ഞാനേറ്റു. ഗോപിനാഥൻ എന്ന ഭ്രാന്തില്ലാത്ത കൊലയാളെ തെരഞ്ഞാ വന്നത്. കൂട്ടത്തിൽ നിന്റെ കാര്യവും ഞാൻ ശക്തിയായിട്ട് ആരോപിക്കാം. സാറിനെ ദൈവം രക്ഷിച്ചു. പോട്ടെ. ഗവൺമെന്റ് ഇഷ്ട. പിന്നെ മറക്കാൻ നോക്കോ? നോക്കിയൊക്കെ ഞാൻ പോരാ. ഗവൺമെന്റാ? പോടാ. ഒക്കെ മുഴുവൻ ഭ്രാന്തന്മാര്. ഇതൊരു ഭ്രാന്തൻ, അതൊരു ഭ്രാന്തൻ. ഹലോ, അങ്ങോട്ട് ഇരിക്കണോ? ഞാൻ മണ്ഡലം സെക്രട്ടറി സുയോധരൻ. മനസ്സിലായല്ലോ. താനിപ്പോ ഏത് പാർട്ടിയിലാ? പാർട്ടി ഏതായാലും ഗ്രൂപ്പ് നന്നായാൽ മതിയെന്ന് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അങ്ങോട്ട് ഇരിക്കാം. പാർട്ടി പഴയത് തന്നെ. എല്ലമോ സാറേ, ഞങ്ങൾക്ക് ഇപ്പൊ ആരോഗ്യവകുപ്പ്. ഇന്ന് കാലത്താ മന്ത്രി സത്യപ്രതിജ്ഞ എടുത്തത്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഗോപിനാഥന് ഭ്രാന്തുണ്ടോ? ഇല്ലാത്ത ഭ്രാന്തുണ്ടാക്കി അയാളെ കൊലവേഗത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഹീനമായ ശ്രമം നടക്കുന്നുവെന്നും ഞാൻ അറിഞ്ഞു. ബഹുജന പ്രക്ഷോഭത്തിന് വീണ് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. പക്ഷേ ഡോക്ടറെ ഞങ്ങൾ വെറുതെ വിടുന്നു. ആരോഗ്യമന്ത്രിക്ക് സ്വീകരണം. ഡോക്ടർ ഒന്ന് മനസ്സിരുത്തണം. മനസ്സിലായില്ല. വകുപ്പ് മാറി പണം പിരിക്കേണ്ടെന്ന മുന്നണിയുടെ തീരുമാനം. രോഗി ഒന്നിക്ക് 50 രൂപ വീതം ഡോക്ടർക്ക് കോട്ടയിടുന്നു. ഞാനെന്താ തന്റെ ഉണ്ടിയെ പറ്റിയോ? ഇണങ്ങിയ നാളെ പന്തല. നിരാഹാര സത്യാഗ്രഹം, ഘേരാവോ, ബന്ദ്. എനിക്കാണ് ഒരു ഈർക്കിലി പാർട്ടിയും വെച്ച് മനുഷ്യരെ പേടിപ്പിക്കുക. ഒരു ചൊക്ക MLA എല്ലാവരും കണ്ട് പേടിക്കാൻ ഞാനെന്താ മുഖ്യമന്ത്രി? ഞാൻ വിചാരിച്ചാലും ട്രാൻസ്ഫർ പാളി. ഇന്ന് മോളുടെ പിറന്നാളായിരുന്നു. സേവിച്ചു കൊണ്ടുന്ന പായസ തരട്ടെ. I am very sorry, Rajan. വരൂ. എനിക്ക് വേണം. ബോധപൂർവം ആരെയും മനസ്സിലായില്ല എന്ന് നടിക്കായിരുന്നല്ലേ? ഭ്രാന്താണെന്ന് ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു.
ഞാൻ കൊന്നു, പക്ഷെ ചത്തില്ല. ഞാൻ കൊന്നു. ആ ആ അല്ലെങ്കിൽ ജോലിയിൽ അവൻ തിരിച്ചു കയറില്ലായിരുന്നു. നമ്മളോട് പ്രതികാരം ചെയ്യാൻ തന്നെയാ. കയ്യിൽ നിന്നും വേഗം അവനെ ഒതുക്കിയില്ലെങ്കിൽ അപകടമാണ്. അവന്റെ തൊപ്പി തെറിപ്പിക്കാമെന്ന് ജയനേറ്ററായിരുന്നില്ലേ? ഓ, ചാടി വാക്ക് പറഞ്ഞിട്ടല്ലേ ഞാൻ അവനെ പറഞ്ഞത്. അവന്റെ അമ്മായപ്പന്റെ കൂടെ 5 MLA മാരാ. അവരെ പണിക്ക് മന്ത്രിസഭ താഴെ പോവും. പിന്നെ എന്ത് ചെയ്യാനാ? ചാടിക്ക് എന്റെ ജീവനൊക്കെ വലുത് മന്ത്രിസ്ഥാനം തന്നെയാ. എന്നാൽ ഈ മന്ത്രിസ്ഥാനം കെട്ടിപ്പിടിച്ചവിടെ ഇരുന്നാ പോരെ? വലിയ വായന നേർക്കണം. നിന്റെ വാക്ക് വിശ്വസിച്ച ഞാനൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അവനെ എന്നെ കാട്ടിയനെ കൊല്ലം ചോദിന്റെ നിനക്കെന്നെ ചെയ്തൂടെ? അതിനെന്താ സമ്മതം വേണോ? എന്നെ കൂടി പറയിപ്പിക്കരുത്. എന്താണ് അവരെ ഒതുക്കുന്ന കാര്യം പറയും? നമ്മൾ തമ്മിൽ തനിച്ചാണോ? അറിവിരിക്കും. ആദ്യം നമുക്ക് തിരടിക്കാം, പിന്നെ ബാക്കിയെല്ലാം. ഞാൻ പോയി സാധനം കൊണ്ടുവരാം. ഹലോ, വർമ്മ ഹിയർ. രണ്ടുപേർ പറയുന്നതാ ഗോപിനാഥൻ കൊല ചെയ്ത് ഓടിപ്പോയി. എന്താ അസംബന്ധമായി പറയുന്നത്? ഗോപിനാഥൻ ചാടിപ്പോയത് തീർച്ചയാ. ഡോക്ടർ വേണമെങ്കിൽ ഉടനെ തന്നെ ഗോപിനാഥൻ കിടന്ന് സെല്ലൊന്ന് പരിശോധിച്ച് നോക്കൂ പ്ലീസ്. ഗോപിനാഥ്, ഗോപിനാഥ്, ഭയങ്കര തണുപ്പ്. ഇത്തിരി തണുത്ത വെള്ളം തരാവോ കുടിക്കാൻ? പറഞ്ഞു ഓൾ ഡിക്ലെയർ ചെയ്തു. ആ സമയത്താണോ കിടന്ന് ഉറങ്ങുന്നത്? എന്നാലും പുറത്തുള്ളവരെക്കാളും ഭേദ. എന്താ പരിശോധിച്ച് മതിയായോ? പരിശോധന കഴിഞ്ഞു. സെല്ലിന് കുഴപ്പമൊന്നുമില്ല. രാത്രി നേരത്ത് ഏട്ടനെ പുറത്തു വിടാറില്ലല്ലോ. ചോദ്യം കേട്ടാ തോന്നുന്നത് ഞാൻ ഇവിടുന്ന് ഗോപിനാഥനെ പറഞ്ഞയച്ച് കൊലപാതകം ചെയ്യിപ്പിച്ചു എന്നാണല്ലോ. അങ്ങനെയല്ല. ഇത്രയും സുരക്ഷിതമായ സെല്ലിൽ നിന്നും ആരെങ്കിലും തുറന്നുവിടാതെ കൊലയാളിക്ക് പുറത്തിറക്കാൻ പറ്റില്ല.
ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നല്ലേ നിങ്ങളുടെ പ്രമാണം? ഞാൻ ഇതിന്റെ സൂപ്രണ്ടാ. ഇവിടുന്ന് ഒരു രോഗി ചാടി പുറത്തുപോയി കൊലപാതകം ചെയ്ത് തിരിച്ചുകൂടെ വന്ന് കിടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? കണ്ടുവന്നവരുടെ മൊഴി അനുസരിച്ചാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കൊലയാളി ഭ്രാന്താശുപത്രിയിലെ വേഷമാണ് ധരിച്ചിരിക്കുന്നതെന്ന ഒരു 1.5 മീറ്റർ തുണിയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. DSP അദ്ദേഹം ആ കുപ്പായി വിട്ടാലും ശരീരം ചൊറിയൊന്നുമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതാണ് എളുപ്പം. ഗോപിനാഥന്റെ ഭ്രാന്തൊരു സൗകര്യമാക്കി അവന്റെ ശത്രുക്കളാരെങ്കിലും കൊന്നതായിക്കൂടുന്നുണ്ടോ? ഏട്ടനെ കൊലയാളിയാക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. ഡോക്ടർ, പരിശോധന കഴിയുമ്പോ ആഫീസിലേക്ക് വന്നേക്കൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഡോക്ടറുടെ സംശയം കൊള്ളാമല്ലോ. ഏട്ടൻ കൊല ചെയ്തിരിക്കാൻ ഇടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ രാജനാണോ? സൗകര്യവും സാധ്യതയും കൂടുതൽ അതിന്. രാജനും അവരോട് പ്രതികാരം ഉണ്ടായിരുന്നല്ലോ. ഓഹോ, സാറിന് അല്ല, രാജനെയും സംശയിക്കാനിടയുണ്ട്. കൊല്ലപ്പെട്ടത് ഐജിയുടെ അളിയന്. പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടെത്തിയില്ലെങ്കിൽ ഐജിയെ സന്തോഷിപ്പിക്കാൻ ഞാൻ കുറ്റം സമ്മതിക്കണം സാറേ. എന്റെ ഏട്ടൻ ചെയ്താണെങ്കിൽ ആ കൊലക്കുറ്റ ഏറ്റെടുത്ത് തൂക്കിലേറാൻ എനിക്ക് മടിയില്ല. എന്നാൽ സാറിനൊരു പ്രൊമോഷന് വേണ്ടി ഐജിയുടെ അളിയന്റെ കൊലപാതകവനെ എനിക്ക് വയ്യ. രാജൻ, നിരപരാധികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറ്റവാളികളാക്കിയിട്ടുണ്ട്. എന്റെ സ്വന്തം കാര്യത്തിലും ആ മറിമായം വേണോ സാറേ? വരൂ രാജൻ, ലെറ്റ്സ് ഗോ. അങ്ങനല്ല മോളെ, ഇതാ നോക്ക്. ആ, കളിക്കാൻ വരുന്നോ? കല്ലുമുട്ടി കളിക്കാൻ? എന്താ രാജൻ? സർ, നത്തിങ് സർ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ മകൾ? ആ, അതെ സാർ. ഈ കുട്ടിക്ക് മാനസികമായി എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? സാർ എന്താണ് ഈ ചോദിക്കുന്നത്? എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സാർ. അന്ന് രാവിലെ കോളേജിലേക്ക് ഇറങ്ങിയതാ, പിന്നെ തിരിച്ചു വന്നതേ ഇല്ല. എത്ര ദിവസമായി അവളെ കുറിച്ച് ഒരു വിവരവുമില്ല സാർ. എന്റെ മോൾക്ക് എന്ത് പറ്റിയാവോ? അവൾക്ക് ഒരാപത്തും പറ്റിയിട്ടില്ല. സാർ അവളെ കണ്ടോ? എന്റെ രേവതി കുഞ്ഞെവിടെ? അമ്മ വിഷമിക്കാതിരിക്കൂ, കഴിയും വേഗം ഞങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുതരും. എനിക്ക് അവളെ ഉള്ളു സാർ. എന്റെ മോൾക്ക് എന്തെങ്കിലും വന്നാൽ എന്റെ രേവതി മോളെ മോളെ. ശൈലജ എന്നല്ല, രേവതി എന്നാണ് അവളുടെ പേര്. ആയിരിക്കാം. എനിക്കറിയേണ്ടത് അവളെ കൊണ്ടുവന്നവരാരാണെന്നാണ്. പേര് അതല്ലെന്ന് പറയുമ്പോൾ വന്നവർ ശരിയായ മേൽവിലാസം തന്നിരിക്കൂ. വലിയ ശുപാർശയില്ലാതെ അവളെവിടെ അഡ്മിറ്റ് ഇല്ലെന്ന് എനിക്കറിയാം. അന്ന് ഡ്യൂട്ടിയിൽ താങ്കളായിരുന്നു, നിങ്ങൾക്ക് സത്യം അറിയാം. വൈ നോട്ട്? സത്യം പറയിച്ചോളൂ, അതല്ലേ ജോലി. ഞങ്ങളുടെ രീതി അനുസരിച്ച് സത്യം പറയിപ്പിച്ചാൽ പിന്നെ അധികകാലം സംസാരിക്കാനാവുന്ന വരില്ല. പ്ലീസ് ഡോണ്ട് ലാഫ്. സോറി മിസ്റ്റർ രാജൻ, എനിക്ക് അവരെ രക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. രാജൻ അവരെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് താല്പര്യമല്ല, എന്റെ വ്യക്തിപരമായ ആവശ്യമാണ്. എനിക്ക് അവരെ കുറിച്ച് അറിഞ്ഞേ തീരൂ. ശുപാർശ ചെയ്തത് മറ്റാരുമല്ല, ഇൻസ്പെക്ടർ സാറിന്റെ കാരണവരാ. ഐ മീൻ IG. അങ്ങേരുടെ അളിയനു വേണ്ടി കൂടെ ഉണ്ടായിരുന്നത് മിസ്റ്റർ സുധീർ കുമാർ. അത്രേ എനിക്കറിയും. ശരി.
നോക്കൂത്തിയ ആ കേട്ടാ വെറുതെ പേടിപ്പിക്കാനേ കൊള്ളൂ മോള് ബാ ആ ഞാൻ കുറച്ചു ദിവസത്തേക്ക് കോടതിയിൽ പോണില്ലെന്ന് വെക്കാം. പകലൊക്കെ ഏട്ടനൊരു സഹായമാവുമല്ലോ. അച്ഛൻ എതിർക്കില്ല. എന്നായാലും ഞാൻ ചെയ്യേണ്ടിയിരുന്ന ജോലിയല്ലേ ഇതൊക്കെ. എനിക്ക് വിട്ടുതരൂ. ഞാൻ വരാം ഏട്ടാ. മോളെ, കുറച്ചു നാളായി ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഈ കാത്തിരിപ്പിന് യാതൊരു അർത്ഥമില്ല മോളെ. അച്ഛാ, അലക്കോഴിന് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് രാജന്റെ സ്ഥിതി. എന്ന് മാത്രമല്ല, കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. ഐജിയുടെ അളിയനെ കൊന്നത് രാജനാണെന്നാണ് പുതിയ നിലപാട്. എന്റെ സ്വാധീനം കൊണ്ടാണ് അവൻ അല്പമെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ എത്ര നാൾ സാധിക്കും? മനസ്സുകൊണ്ട് ഞാൻ രാജേട്ടന്റെ ഭാര്യയായി കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞു വരുന്നു. ഇങ്ങനൊരു വിധിയെങ്കിൽ ഞാൻ അത് അനുഭവിക്കേണ്ടതല്ലേ? അത് ജീവിതത്തിന് പ്രയോജനപ്പെടാത്തൊരു തത്വശാസ്ത്രമാണ് മോളെ. മോളെ, ഒരേ ഒരു സീറ്റും വെച്ചുകൊണ്ട് എത്ര കൊലവമ്പം പാർട്ടിയും ഈ വീടിന്റെ മുറ്റത്ത് അച്ഛൻ പറ്റിയ പോലെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ എന്റെ മോളുടെ ജീവിതം കാസ്റ്റിംഗ് വോട്ടിൽ തൂങ്ങിയാടുന്ന ഒരു ഉറപ്പില്ലാത്ത ഭരണമാവുന്നത് ഈ അച്ഛന് സഹിക്കില്ല മോളെ. അച്ഛാ, ദയവ് ചെയ്ത് മേലിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. നോ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. വിശ്വസിക്കാതെ വയ്യ സാർ. ഞാൻ സെല്ല് നേരിട്ട് പരിശോധിച്ചതാ. മറ്റൊരാളുടെ സഹായം കൂടാതെ ആർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. ആരെങ്കിലും സഹായിച്ചതായി കൂടി സാധ്യതയുണ്ട്. എന്നാൽ ആദ്യത്തെ കൊലപാതകം നടക്കുന്നതിന് മുൻപേ തന്നെ ഗോപിനാഥൻ മാനസിക രോഗിയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്രയും സൗകര്യമുണ്ടായിട്ടും അയാളൊന്ന് രക്ഷപ്പെടാനോ മറ്റ് ശത്രുക്കളെ അന്വേഷിച്ചു പോകാനോ ശ്രമിക്കാൻ എന്താ? അതുകൊണ്ട് കൊലപാതകയെ അന്വേഷിച്ച് നാം ഗോപിനാഥനെ പിന്തുടരുമ്പോൾ തെറ്റായ വഴിയിലായിരിക്കും എത്തിച്ചേരുക. അപ്പോൾ മിസ്റ്റർ രാഘവേന്ദ്രന്റെ നിഗമനം അതാണോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നം പിന്നെയും സങ്കീർണമാവില്ലേ? അത്ര വലിയ സങ്കീർണതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോപിനാഥനെ മറയാക്കി മറ്റാരോ ചെയ്യുകയാണ്. ദൃക്സാക്ഷികളുടെ മൊഴികൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതാരാവാനാ സാധ്യത? മരണപ്പെട്ടവരുടെ ശത്രുതയുള്ള മറ്റാരുമാവാം, ഗോപിനാഥനെ ഒഴിച്ച്. ഇത്രയും കാലത്തെ അന്വേഷണത്തിനിടയ്ക്ക് ഇൻസ്പെക്ടർ രാജശേഖരനെ സംശയം തോന്നിയോ എന്നെനിക്ക് തീർച്ച പറയാൻ കഴിയില്ല. എന്നാൽ രാജശേഖരനെയും സംശയിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. Then why not? രാജശേഖരനെ അയാൾ അറിയാതെ ഫോളോ ചെയ്ത് നോക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇരിക്കുക. ഞാൻ തന്നെ വിളിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഗോപിനാഥന്റെ പരീക്ഷണ കാലാവധി ഒരാഴ്ച കൊണ്ട് അവസാനിക്കുക. നമ്മൾ എന്താ റിപ്പോർട്ട് എഴുതുക? ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും തോന്നണമെങ്കിൽ അയാൾ എവിടെയെങ്കിലും നിൽക്കണ്ടേ? ഇത് ഭ്രാന്തിനും ഭ്രാന്തില്ലായ്മയ്ക്കും ഇടയ്ക്ക് ഊഞ്ഞാലാടുക. എങ്കിൽ കാലാവസ്ഥ നിരീക്ഷകരെ പോലെ ഒരു റിപ്പോർട്ട് എഴുതണം. ഭ്രാന്ത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഇടയുണ്ടെന്ന്. തനിക്ക് തമാശ. ഒരു കൊലക്കേസിന്റെ വിധി പറയണ ജസ്റ്റിസിന്റെ മനപ്രയാസം എനിക്ക്. ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ? ഡോക്ടർ ആവശ്യത്തിലേറെ സിൻസിയർ ആവുന്നത് എന്തിനാ? എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കണം. രക്ഷപ്പെട്ട അയാളുടെ ഭാഗ്യം. താൻ എന്നെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യരുത്. നോട്ട് കിട്ടുകൊണ്ട് അവരെന്റെ പിന്നാലെ നടക്കുന്നത്. അയാൾക്ക് ഭ്രാന്തില്ലാന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യാം. അതങ്ങ് വാങ്ങിച്ചേക്കണം സാറേ. എല്ലാവരെയും നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ എളുപ്പം നമ്മളതിനെ ചീത്തയാവുന്നതല്ലേ? ഗോപിനാഥിന് മുഴുത്ത ഭ്രാന്താണെന്ന് തന്നെയാ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എങ്കിൽ അങ്ങനെ എഴുതി അയക്കണം. മടിക്കുന്നത് എന്തിനാ? ഞാൻ പോട്ടെ. എനിക്കാകെ പേടിയാവുകയാണ്. അസുഖം മാറി ഏട്ടൻ വരുമ്പോഴേക്കും ഏട്ടത്തിയമ്മയുടെ സ്ഥിതി എന്താകുമെന്നാണ്. ഞാനിതൊക്കെ സഹിക്കേണ്ടവനാ. പക്ഷെ നീ എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ നീ നിന്റെ ജീവിതം നശിപ്പിക്കുക. നഷ്ട ലാഭമൊക്കെ ഞാൻ കണക്കാക്കിക്കൊള്ളാം. അതൂതും പറഞ്ഞു വേദനിപ്പിക്കാതിരുന്നാ മതി. സുധേ, ഞാൻ വേണ്ട. ഞാൻ കൊച്ചിയിൽ നിന്നല്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്കറിയാം. എങ്ങനെയാണ് നിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഏട്ടനെ ഏട്ടത്തിനെയും തിരിച്ചു കിട്ടിയെന്ന് മാത്രം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. കുക്കുമോളെ കൊന്നവരെയാണ് എനിക്ക് ആവശ്യം. അവരെ കൈ കിട്ടിയാലേ. ഞാൻ കൊന്നു. വ്യക്തിയും കുത്തിയും വെടിവെച്ചു. പത്രക്കാരും റേഡിയോക്കാരും വേറെ വേറെ കണക്കാ പറയുന്നത്. കൃത്യമായ കണക്ക് ഇനിയും കിട്ടിയിട്ടില്ല. ഡെഡ് ബോഡീസ് കിട്ടി. ഇതാ
എനിക്ക് യോഗം വരണില്ലല്ലോ. നീയും ഒരു ദിവസം ഇതുപോലെ. നിനക്ക് ചാവണോ? ചാവണം. ഞാൻ കൊന്നുതരാം. വാ. രക്ഷപ്പെട്ടു സുരേന്ദ്ര. ഗോപിനാഥിന് ഭ്രാന്തില്ലാന്ന് തെളിഞ്ഞു. സ്വബോധമില്ലാത്ത ഒരാള് ഇത്ര കൃത്യമായ ഒരാളെ രക്ഷിച്ചു. പൈപ്പിൽ പിടിച്ചിറങ്ങി തോളത്ത് കയറ്റി ആ മോളിൽ കൊണ്ടുവന്നു. ദൈവാധീനം. ഭ്രാന്താണെന്ന് മറ്റേ നമ്മൾ സർട്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ മഹാ കഷ്ടമായി പോയേനെ. വരെ നമുക്ക് ഗോപിനാഥനെ ഒന്ന് കാണാം. ഗോപിനാഥ. ഗോപിനാഥൻ ജോണിയെ മാത്രമല്ല ഞങ്ങളെ കൂടെ രക്ഷിച്ചത്. ഈ ഭ്രാന്തും കൂത്തുമൊക്കെ വെറും അഭിനയമായിരുന്നു അല്ലേ? ഏതായാലും ദൈവം എന്റെ കൂടെയാ. അല്ലെങ്കിൽ ജോണിക്ക് അങ്ങനെ കിണറ്റിൽ വീഴാനും ഗോപിനാഥൻ രക്ഷിക്കാനും തോന്നുന്നു. ഡോക്ടർ, എഴുതാൻ പോകുന്ന റിപ്പോർട്ട് മുഴുവൻ ഗോപിനാഥനോട് പറയാൻ തുടങ്ങുന്നു. ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷ സുരേന്ദ്ര. വരൂ. ഉണങ്ങാനിട്ടിരിക്കുക. പാവാകെ നനഞ്ഞു പോയി. അവിടെ എത്തുമ്പോഴേക്ക് എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാനെ അറിയും. സാധനങ്ങൾ അപ്പോഴേക്കും കടൽ കടന്നിരിക്കും. പിന്നെ നീ എന്തിനായി പേടിക്കുന്നത്? വീഡിയോ കാസറ്റുകൾ അല്ലടാ പ്രശ്നം, ഫിലിം നെഗറ്റീവ്സാ. രേഖകളിരിക്കുന്ന സ്ഥലം പോലും അവൻ മണത്തെറിഞ്ഞിരിക്കുന്ന സംശയം. തെളിവുകളെല്ലാം നശിപ്പിച്ച് ഞാൻ മറന്നു. ഏതായാലും 3-4 ദിവസം പിടിക്കും. മെന്റൽ ഹോസ്പിറ്റലിലെ പെണ്ണിനെ നീ കൈകാര്യം ചെയ്തേക്കണം. അത് രാജിക്കാൻ ഞാൻ ക്ലീൻ ആക്കും. അല്ലാതെ വേറെ വഴിയില്ല. നീ ചെല്ല്. റൈറ്റ്. യാത്ര പറഞ്ഞു പോന്നു അല്ലേ? ഇനി 3-4 ദിവസത്തേക്ക് ആരും അന്വേഷിക്കില്ലല്ലോ? നോ, എനിക്കൊരു ദിവസം മതി അല്പ പരദൂഷണം പറയാൻ. പോവാം. എനിക്ക് നല്ല സുഖമില്ല. ഉരുട്ടാനും വരട്ടാനുള്ള ആരോഗ്യമില്ല. ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറയണം. എന്റെ പട്ടി പറയില്ലടാ. അല്ലേലും ഞങ്ങളോട് ആരും മനസ്സറിഞ്ഞ് സത്യം പറയാറില്ല. ഞങ്ങൾ പറയിക്കാറാ. നിന്നെ ഇവിടെ ഒന്ന് കുഴിച്ചു മൂടിയാൽ പോലും ഒരുത്തനും ചോദിക്കില്ല. കെട്ടിയിട്ടില്ലടാ വീരവാദം. അഴിച്ചുവിട്. അതിന് നമ്മൾ ധർമ്മയുദ്ധം ചെയ്യാൻ പോകലല്ലോ. എന്നെ കൊണ്ട് വെറുതെ അധ്വാനിപ്പിക്കരുത്. ആ രേവതിക്ക് എങ്ങനെ ഭ്രാന്ത എന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. നിനക്ക് നല്ല ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ഓടിക്കളത്? പേടിച്ചു പോയെ? ഞാൻ ചുമ്മാ തമാശാണ്. വാനേ, വരൂ. ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും. പേടിച്ച് തൊണ്ട വരുന്നതാണല്ലേ? എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട. അത് വന്നാൽ പറ്റില്ല. എപ്പോ കൊണ്ടുവരാം.
ബോധം തെളിയുമ്പോൾ അവളുടെ സമനില തെറ്റിയിരുന്നു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. നേരെ ഭ്രാന്താസ്പത്രിയിലാക്കി. ഒരു ചെറിയ സഹായം കൂടി. ഷൂട്ട് ചെയ്ത ബ്ലൂ ഫിലിമുകളും വീഡിയോ കാസറ്റുകളും എവിടെ വെച്ചിരിക്കുന്നത്? സംശയിക്കണ്ട, അത് പറയാതെ താൻ ഇവിടുത്തെ ജീവനോടെ പോവില്ല. വാ. ഡാഡി, മോന് സുധി, മോൻ വിഷമിക്കണ്ട, നമുക്ക് ഉടനെ പോവാം. മിസ്റ്റർ രാജൻ, അയാളെ തുറന്നു വിട്ടേക്ക്. സാർ, വ്യക്തമായ തെളിവോടുകൂടിയാണ് ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മാത്രം അവൻ എന്ത് ചെയ്തത്? പ്ലീസ് നായർ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കണം. ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും രാഘവൻ? എന്നെ ഓരോ പാർട്ടിക്കാർക്കും ഞാൻ വാരിക്കൊരു കാശ് കൊടുക്കുന്നത് എന്റെ മോൻ ഇതിനകത്ത് പൂട്ടിയിടാനല്ല. അറിയാം, നിങ്ങൾ കക്ഷികളെ വിലക്കെടുക്കുന്നത് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ്. സോറി മിസ്റ്റർ രാജൻ, സുധീറിന്റെ കേസ് ചാർജ് ചെയ്യരുത്. മന്ത്രിയുടെ താല്പര്യം. സാറിന് അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനേ കഴിയൂ. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ മതി എനിക്ക്. അവൻ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടില്ല. ഒതേമയോട് ഇല്ലെങ്കിൽ രാജനെ മാറ്റി നിർത്തി എനിക്കിടപെടേണ്ടി വരും. സാർ, ഗതികേട് കൊണ്ടാണ് സാർ ഇങ്ങനെ കൽപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പണത്തിനും അധികാരത്തിനും മുമ്പിൽ നമ്മൾ ഓരോ തവണ തലകുനിക്കുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് നിലവാരമാണ് താഴ്ന്നത്. നാളെ കൊച്ചുകുട്ടികൾ പോലും ഈ കുപ്പായത്തെ മാനിക്കാത്ത ഒരവസ്ഥ വരും. എനിക്കറിയാം രാജൻ, പക്ഷേ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഒരു ദിവസം ഞാൻ ഈ ആശുപത്രിക്ക് തീ വെക്കും, എന്നിട്ട് ഞാൻ എടുത്തങ്ങ് ചാടും. ആത്മാഹൂതി എന്റെ ചിതാഭസ്മം എല്ലാരും മനസ്സിലല്ല സർവ ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി വിതരണം. ശുദ്ധീകരണം, ആത്മീയ ശുദ്ധീകരണം. വേഗം പോയിക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നരുത്. തോന്നൂ? ഞാൻ ഒന്നും പറയണ്ട. കഴിഞ്ഞ തവണത്തെ പോലെ പോയ വഴി തിരിച്ചു വന്ന ഇനി ഞാൻ തുറന്നു വിടില്ല. ഇന്നും താക്കോല് സൂക്ഷിക്കാൻ നാണിമയ്ക്ക് കഴിഞ്ഞു വരുമോ? ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല നാണിയമ്മ. സഹായമായിട്ടല്ല നാണിമതി ചെയ്യുന്നത്. ഒരു ഭ്രാന്തില്ലാത്ത നീ ഇതിനകത്ത് കിടന്ന് വെറുതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സഹിക്കാൻ അവഞ്ഞിട്ടാണ്. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. നാണിയമ്മ, ഞാൻ എനിക്കിന് അതേ കാലില്ല. മരിക്കണത് ഇതിനകത്തായാലും എന്താ പുറത്തായാലും. എന്നാ മോൻ അങ്ങനെയല്ലല്ലോ. ഞാൻ പോട്ടെ നാണിയമ്മേ. ചിലപ്പോ നന്ദിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നും. എന്നെ കാത്തിരിക്കണം. മോനെ, വീട്ടിൽ എനിക്ക് താമസിക്കാൻ വയ്യ നാണിയമ്മേ. താമസിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാനേതായാലും പോയിട്ട് വരാം. സാധ്യമല്ല, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റും. എടാ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. എടുത്ത് ചേടാനൊന്നും നിൽക്കണ്ട. നിനക്കെങ്ങനെ പറയാം? ലോക്കപ്പിൽ കിടന്നും അടി വാങ്ങിയത് ഞാനല്ലേ? വേദന സഹിക്കാം. എന്നാൽ ഈ അപമാനം സുധി, ഞാൻ നീ ഒഴിഞ്ഞു മാറുകയാണെന്ന് എനിക്കറിയാം. നിനക്കെന്ത് പേടിക്കാനാ? ഈ മന്ത്രിയുടെ മാനല്ലേ? ഇനി അവനൊന്നും ചെയ്യില്ലെന്ന അഹങ്കാരമാണ് നിനക്ക്. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കും സുധി. തന്ത്രപൂർവ്വം വേണം അവരോട് കളിക്കാൻ. എനിക്കിനി കാത്തേക്കാൻ വയ്യ. നീ എന്റെ കൂടെ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പോവാ. ഇന്ന് രാത്രി ഞാൻ അവന്റെ ശവം കൊണ്ടേ വരും. ഗുഡ് ബൈ സുധി.
തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരാളെ കൂടി കൊല്ലം ബാക്കിയുണ്ടല്ലോ. അഭിനയിച്ചു മതി. മുൻപ് സംശയമേ ഉണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് പരിപൂർണ വിശ്വാസമായി നിങ്ങൾക്ക് ഭ്രാന്തില്ലെന്ന്. എന്താ കൊല്ലുന്നില്ലേ? നടന്ന കൊലപാതകങ്ങളെല്ലാം നിങ്ങളാണ് ചെയ്തതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ മരിച്ചാൽ ആ തെളിവില്ലാതാകും. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാനുള്ള മെനക്കരുത്ത് നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും തുടർച്ചയായി 3 കൊല ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ സംഭവിച്ചു പോകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിക്കാരി കാണാൻ ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ. സ്നേഹിച്ചു വളർത്തിയ മകളുടെ നഷ്ടം അതിനേക്കാൾ വലുതാണ്. ഒരച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഗോപിനാഥൻ എനിക്കൊരു വാക്ക് തരണം. നിങ്ങളെ കോടതി ഹാജരാക്കാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. അതുവരെ എന്നെ അനുസരിച്ചേ മതിയാവും. കോടതിയിൽ ഞാൻ എന്താണ് മൊഴി കൊടുക്കാൻ പോകുന്നത് അറിയൂ? ഗോപിനാഥൻ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഗോപിനാഥൻ ഭ്രാന്താണ്. നിങ്ങൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അതെനിക്ക് നിർബന്ധമാണ്. ഡോക്ടർ, ഒന്ന് വിടുമോളെ. എന്നെ ഞാൻ പോവാ. മോനെ, എന്നെ പുറത്തയക്കും മോനെ. ഇനി ഇവിടെ നിൽക്കണ്ട. നാനേ, ഞാൻ കാരണം എന്നെ ഓർത്ത് മോൻ വിഷമിക്കണ്ട. എന്തിനാ മോനെ പിന്നെ ഈ നരകത്തിലേക്ക് മടങ്ങി വന്നത്? സമയമായില്ല നാനമ്മേ. കഴിഞ്ഞ തവണയും മോൻ ഇതന്നെയാ പറഞ്ഞത്. ഇനി സമയമാകുമ്പോ തുറന്നുവിടാൻ ഈ നാണയം ഉണ്ടാവില്ല. ഞാൻ പോകും. എങ്ങോട്ടാ പോകുന്നത്? പോകാനൊരു വീടുണ്ട്. പറയാൻ മക്കളും മരുമക്കളുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല. അവർക്ക് ഞാനൊരു ഭാരമാവും. ഭ്രാന്ത് മാറിയിട്ടും എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത് എനിക്ക് ഈ ലോകത്ത് ഞാൻ മാത്രമുള്ള മോൻ. എനിക്കൊരു സങ്കടമുണ്ട്. ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. നല്ല ഭ്രാന്തായിരുന്നില്ലേ? ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ഭ്രാന്തില്ല. എന്നാലും എല്ലാവരും എന്നെ ഭ്രാന്തിയായിട്ട് കാണും. സ്വന്തം മക്കള് പോലും. മോനെ, ഈ നാണയം പോട്ടെ മോനെ. നായിന്റെ മോനിച്ച സാർ, സാർ ഇനി തന്റെ വക എന്താ? എനിക്ക് വയ്യ സാർ. ഇവിടെ മുഴുവൻ വെച്ച ആന പോലത്തെ ഈച്ച. എനിക്കും വയ്യ. ഞാൻ ഇവിടുന്ന് ലീവ് എടുത്ത് പോവാൻ പോവാ. എന്നാ എനിക്കെന്താ 2 ദിവസത്തെ ലീവ്? നാശമായല്ലോ. താനൊന്ന് ശല്യം ചെയ്യാൻ പോകണ്ടോ ഇവിടുന്ന്? ഇപ്പൊ എനിക്കും ഭ്രാന്താ. ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വയ്യ മക്കളെ. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. അറിയാത്തൊന്നും പറയരുത് ചേച്ചി. മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
അതിനു മുമ്പ് നിങ്ങളുടെ വിവാഹം നടന്നു കാണാനായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ രാജ, എന്താ എടുത്തമ്മേ? നിങ്ങൾ ഒന്നായി കാണാൻ ഏറ്റവും കൊതിച്ചത് എന്റെ മോൾ. അവൾക്കതിന് വിധിയുണ്ടായില്ല. ഞാനും ഏട്ടനും എവിടെയായാലും എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കണം. കരയിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. സമയമായി തുടങ്ങിയിരിക്കുന്നു. പറയാൻ ബാക്കി വെച്ചാൽ ഒരിക്കൽ കൂടി എനിക്ക് എന്റെ ഏട്ടനെ കാണാൻ കഴിയും. സർ, ആദർശധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക മര്യാദ പോലും മറന്നു. ഐ എം സോറി സർ. സാർ എന്നെ സഹായിക്കണം. കളിയാക്കുകയാണോ? ഇൻസ്പെക്ടർ രാജശേഖരനെ സഹായിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഞാൻ കേവലം ഒരു ഡിവൈഎസ്പി അല്ലേ? സാർ, ഈ അവസ്ഥയിൽ സാർ എന്നെ പരീക്ഷിക്കരുത്. അന്ന് പലരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുമ്പോൾ എന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. സർക്കാരിന്റെ അടിത്തറ ഇളക്കാൻ പോയ ആളല്ലേ. എന്നിട്ട് എന്തായി? ആ കാര്യം ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത്. അതിനെനിക്ക് സാറിന്റെ ഉപദേശം വേണ്ട. അതിനുവേണ്ടി എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശരി, സാറിന്റെ സഹായം തേടി ഞാൻ ഒരിക്കലും വരില്ല. ഒരല്പം കരുണ ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. മരണക്കിടക്കെ കിടക്കുന്ന എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് അവസാനമായി ഏട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്. സാർ എന്നെ സഹായിക്കില്ലേ? മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യ ജീവിയുടെ അവസാനത്തെ ആഗ്രഹമാണിത്. ഏട്ടനെ ഒന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കണം. എന്നോട് ക്ഷമിക്കൂ. ഗോപിനാഥന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കാനാവില്ല. സാർ, 1 മണിക്കൂർ നേരത്തേക്ക് മതി പ്ലീസ്. പരസ്പരം മടിയിൽ കിടന്ന് മരിക്കണമെന്ന് മോഹിച്ചവരാണ് എന്റെ ഏട്ടനും ഏട്ടത്തേമ്മയും. മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു നോക്ക് കാണാൻ. സാർ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു രാജ. ദുരൂഹമായ സാഹചര്യത്തിൽ വീണ്ടും കൊലപാതകങ്ങൾ തുടരുമ്പോൾ ഗോപിനാഥിന് പരോൾ അനുവദിക്കാൻ വിഷമമാണ്. സാർ, എന്റെ നിസ്സഹായത മനസ്സിലാക്കൂ. സാറേ, സാറ് കല്യാണം കഴിച്ചാണോ? ഇല്ല. കഴിക്കണ്ട കേട്ടോ, കഴിക്കണ്ട കഴിക്കണ്ട കഴിക്കണ്ട. ആ, സിസ്റ്റർ പോയിക്കോളൂ. യെസ് ഡോക്ടർ. എന്താ മിസ്റ്റർ രാജൻ? ഞാൻ ഡോക്ടറെ കാത്തിരിക്കായിരുന്നു. വരൂ, മുറിയിലേക്ക് പോകാം. വേണ്ട, എനിക്ക് ഉടനെ പോകണം. ഏട്ടത്തിയമ്മ ഏത് നിമിഷവും മരിക്കുന്ന അവസ്ഥയിലാണ്. ഏട്ടനൊന്ന് കാണാൻ എങ്ങനെയെങ്കിലും അല്പനേരത്തേക്ക് ഏട്ടനെ വിട്ടുതരണം. ഞാൻ ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുമതി കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ഞാനെങ്ങനെ രാജ സഹായിക്കും? ഡോക്ടറുടെ സ്വന്തം റിസ്കിൽ അല്ലാതെ നടക്കില്ല. മരിക്കുമ്പോഴെങ്കിലും ഏട്ടത്തിയമ്മയ്ക്ക് അല്പസമാധാനം അതുകൂടി കൊടുക്കാനാവാഞ്ഞാൽ ഡോക്ടർ എന്നെ സഹായിക്കില്ലേ? ആരും അറിയാതെ ഞാൻ ഇവിടെ തന്നെ തിരിച്ചെത്തിക്കാം. എന്നെ വിശ്വാസമല്ലേ? രാജനെയല്ല, ഗോപിനാഥനെയാ എനിക്ക് വിശ്വാസമില്ലാത്തത്. 2 ദിവസം കഴിഞ്ഞാൽ ഗോപിനാഥനെ കോടതിയിൽ ഹാജരാക്കണം. അയാൾക്ക് ഭ്രാന്താണെന്ന് തെളിഞ്ഞിരിക്കുക. ഡോക്ടർ, അതെ, പുറത്തെത്തിയാൽ ഒരുപക്ഷെ കുക്കുവിന്റെ ഓർമ്മകൾ ഗോപി അസ്വസ്ഥനാക്കിയേക്കും. ചിലപ്പോൾ വയലന്റായെന്നും വരും. ഇനി ഒരു കൊലയ്ക്ക് കൂടി ഗോപി എത്തിക്കണം. ഡോക്ടർ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നോ, എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഡോക്ടർ, ബോധം തെളിയുമ്പോഴൊക്കെ ഏട്ടത്തിയമ്മ ഏട്ടനെ തിരയുക. നിങ്ങളെപ്പോലെ തന്നെ ഗോപിയെ രക്ഷിക്കാനാണ് ഞാനും ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇതിനും കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളത് രാജന് പിന്നീട് മനസ്സിലാവും. സോറി. ഇനി രക്ഷയില്ല. സർവ്വം നശിക്കാൻ പോവാ. ലോകം മുഴുവൻ ക്ഷുദ്രജീവികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുക. നശിച്ചു നശിച്ചു
പോലീസ് എന്ത് ഗോപിനാഥൻ രക്ഷപ്പെടുന്നു? Yes, Jain here. മിസ്റ്റർ ജയൻ, ഡിവൈഎസ്പി ഹിയർ. ഗോപിനാഥൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അയാൾ ഉടനെ അവിടെ എത്താനിടയുണ്ട്. Of course. ഞാൻ അയാളെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി ആളെ വയ്ക്കാം. വിഷമിക്കേണ്ട സർ, നിങ്ങളുടെ സെക്യൂരിറ്റിയേക്കാൾ സുരക്ഷിതം എന്റെ സ്വന്തം സെക്യൂരിറ്റിയാണ്. ബൈ ദ വേ, വരുമ്പോ ഒരു ശവവണ്ടി കൂടെ കൊണ്ടുവന്നേക്കും, മിസ്റ്റർ ഗോപിനാഥന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. എനിക്ക് പ്രായം അധികമൊന്നും ആയിട്ടില്ല. വേണമെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷേ നിന്നെപ്പോലുള്ള ദ്രോഹികളില്ലാത്ത ലോകത്തിലെ ഒരച്ഛന്റെ മനസ്സ് സ്വസ്ഥമാകും.
Dash I am here. എന്താണ് അല്പസമയത്തിനു ഞാൻ എപ്പോ പിടിച്ചേരാം. ഏറെങ്കിലും വെടിവെച്ച് കൊല്ലാനാണ് ഉത്തരം. നന്ദിനി 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 ഞാൻ വന്നു നന്ദിനി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നന്ദിനി. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. നിന്നെ മാത്രമല്ല, എന്നെ സ്നേഹിച്ച എല്ലാവരെയും. എല്ലാം നമ്മുടെ നോക്ക് വേണ്ടിയായിരുന്നു. എന്നെങ്കിലും കാണുമ്പോ
അവൾ ചോദിക്കില്ലേ അവളെ നശിപ്പിച്ചുവരെ നമ്മൾ വെറുതെ വിട്ടോന്ന്? നിനക്ക് സന്തോഷവാർത്ത കേൾക്കണ്ടേ? അതിൽ അവസാനത്തേനെ ഞാൻ കൊന്നു. എനിക്കിനി മനസമാധാനത്തോടെ മരിക്കാം. മരിക്കും മുമ്പ് എന്റെ ഏട്ടത്തിയമ്മ ഏട്ടനെ കണ്ണറെ കണ്ടല്ലോ. എന്റെ ആഗ്രഹം സാധിച്ചു. വരൂ, ഇനിയെങ്കിലും കീഴടങ്ങിയേക്കൂ. ഏട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചതിൽ ഞാനും കുറ്റവാളിയായിരിക്കുകയാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. ധൃതി കൂട്ടണ്ട സാർ. എന്റെ ഏട്ടൻ ഇനി അങ്ങോട്ട് ഓടിപ്പോയില്ല. സാർ വിഷമിക്കണ്ട. പണവും രാഷ്ട്രീയവും ചേർന്ന് നട്ടല്ലൊടിച്ച നീതിയുടെയും നിയമത്തിന്റെയും രക്തസാക്ഷിയാണ് ഈ മനുഷ്യൻ. അവയെ ശിക്ഷിക്കാൻ ഇവിടെ വകുപ്പുകളില്ലല്ലോ. ഇതാ ഞാൻ ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിന് എന്നെ അറസ്റ്റ് ചെയ്തോളൂ.